a failure. Hey dear Robbie fans, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൺ പീസിലെ എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടറായ മിസ്റ്റർ പ്രിൻസ് വിൻസ്മോങ് സാഞ്ചിയെ കുറിച്ചാണ്. സോറി ബ്ലാക്ക് ലെഗ് സാഞ്ചിയെ കുറിച്ചാണ്. ആഫ്റ്റർ വാൻ എന്നുള്ള സീരീസിൽ പറഞ്ഞ പോലെ ആഫ്റ്റർ ദ വാൻ വർക്കിന് ശേഷം സാഞ്ചി അവേക്കൻ ചെയ്ത സാഞ്ചിയുടെ ന്യൂ പവേഴ്സ് ആൻഡ് എബിലിറ്റീസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആൻഡ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയുന്നുണ്ട്. എല്ലാ സാഞ്ചി ഫാൻസും ആക്ച്വലി എല്ലാ വൺ പീസ് ഫാൻസും മസ്റ്റ് ആയിട്ട് ലാസ്റ്റ് പറയുന്ന കാര്യം കേൾക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ആൻഡ് അതേപോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ആനും ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓൾസോ സാഞ്ചി ഫാൻസ് എല്ലാം ഈ വീഡിയോ ലൈക്ക് കൂടെ ചെയ്യുക. എത്ര സാഞ്ചി ഫാൻസ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ ടോപ്പിക്. വൺ പീസ് ആനിമയിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ക്യാരക്ടേഴ്സിൽ ഒരാളാണ് നമ്മുടെ സാഞ്ചി. ലൂഫിയുടെ ക്രൂവിൽ 4ാമതായിട്ട് ജോയിൻ ചെയ്ത വൺ പീസ് യൂണിവേഴ്സിലെ ആക്ച്വലി ഹോൾ ആനിമെ വേൾഡിൽ തന്നെ ബെസ്റ്റ് കുക്ക്. ആൻഡ് സാഞ്ചി എന്താണ് കുക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ എനിക്ക് സാഞ്ചിനെ കാണുമ്പോൾ എപ്പോഴും ഓർമ്മ വരുന്നത് നമ്മുടെ സൂര്യണ്ണനെയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ തന്റെ ക്യാപ്റ്റനൊപ്പവും ക്രൂ മെമ്പേഴ്സിനൊപ്പവും മോർ ഇമ്പോർട്ടൻ്റ് ഗേൾസിനൊപ്പവും നമുക്കൊരു 1000 സാഞ്ചിയെ കാണാൻ സാധിക്കും. എന്നാൽ അതേ ക്യാപ്റ്റനോ ക്രൂ മെമ്പേഴ്സിനോ ഗേൾസിനോ എന്തെങ്കിലും ആപത്ത് വന്നാൽ 1000 സാഞ്ചി വാരി അടിക്കുന്ന റോളക്സ് സാഞ്ചിയായിട്ട് മാറുന്നതും കാണാൻ സാധിക്കും. സോ ഈ ക്യാരക്ടറിന് കൈൻ ഫോമിൽ നിന്നും കില്ലർ ഫോമിലോട്ട് പോകാൻ സെക്കൻഡുകൾ മാത്രം മതി. ഓക്കെ, അപ്പോൾ വാന വർക്കിന് ശേഷം സാഞ്ചിയുടെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് എന്തൊക്കെയാണ് എന്ന് നോക്കിയാൽ ഫസ്റ്റ് തന്നെ ജനറ്റിക് അവേക്കനിങ്, അതായത് ജർമ്മ 66ന്റെ എൻഹാൻസ്മെന്റ് പവേഴ്സ് എല്ലാം സാഞ്ചി അൺലോക്ക് ചെയ്തു. സാഞ്ചിയുടെ ഫാദർ ക്രിയേറ്റ് ചെയ്ത റെയ്ഡ് സൂട്ട് ആണ് സാഞ്ചിയുടെ ഈ പവർ ട്രിഗർ ചെയ്തത്. ഇതുമൂലം സാഞ്ചിയുടെ പവേഴ്സ് നേരത്തെ ഉള്ളതിനേക്കാൾ 10 മടങ്ങായി വർദ്ധിച്ചു എന്ന് പറയാം. അതിൽ തന്നെ ധാരാളം ഡിഫറെന്റ് പവർ വേരിയേഷൻസും ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സോസ്കെലറ്റൻ ആണ്. ഇതിൽ നിന്നും സാഞ്ചിയുടെ ബോഡി മോർ ഡ്യൂറബിൾ ആയി മാറുന്നു. തന്റെ ബോഡിയെ എങ്ങനെ വേണമെങ്കിലും ഫ്ലെക്സിബിൾ ആക്കി വെക്കാനും അൺബ്രേക്കബിൾ ആയി നിലനിർത്താനും എത്ര വലിയ പവർഫുൾ അറ്റാക്കിനെയും നേരിടാൻ സാഞ്ചിക്ക് ഇതിലൂടെ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഡേഞ്ചറസ് ആയ ഇഞ്ചുറീസ് എന്തൊക്കെ തന്നെ സംഭവിച്ചാലും അതൊന്നും സാഞ്ചി അഫക്ട് ചെയ്യത്തേയില്ല. ആൻഡ് ജനറ്റിക് അവേക്കനിങ്ങിലെ 2ാമത്തെ പവർ വേരിയേഷൻ എന്ന് പറയുന്നത് സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് ആൻഡ് സ്പീഡ് ആണ്. നമുക്ക് സാഞ്ചിയുടെ പഴയ പവേഴ്സിനെ കുറിച്ച് അറിയാം. അദ്ദേഹം സ്ട്രോങ്സ്റ്റുമാണ്. ഈവൻ വൺ പീസിൽ തന്നെ ഫാസ്റ്റസ്റ്റ് ക്യാരക്ടേഴ്സിൽ ഒരാളാണ്. എന്നാൽ ഈ ജർമ്മ 66ന്റെ അവേക്കനിങ്ങോട് കൂടി സ്ട്രെങ്തിനും സ്പീഡിനും വൻ തോതിലുള്ള മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. കിസാരുവിന്റെ ലൈറ്റ് സ്പീഡിനെ പോലും സാഞ്ചിക്ക് ഇപ്പോൾ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇത് നമുക്ക് ഈ എക്ഹെഡ് ഐലൻഡിൽ കാണാനും സാധിക്കും. സാഞ്ചിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെന്റ്സിൽ ഒന്നാണത്. ആൻഡ് കോമ്പാറ്റോട് കൂടിയ സ്പീഡി അറ്റാക്ക് ആണെങ്കിൽ പറയുകയേ വേണ്ട. ഓടെ പറഞ്ഞ പോലെ തന്നെ സാഞ്ചി വിൽ ബി ഇൻവിസിബിൾ. ബട്ട് കറന്റ്ലി കിസാരിനാണ് സ്പീഡ് കൂടുതൽ. ഫ്യൂച്ചറിൽ സാഞ്ചി ഇത് ഓവർകം ചെയ്ത് കിസാരിനേക്കാൾ ഫാസ്റ്റസ്റ്റ് ആയി മാറും. ആൻഡ് 3ാമത്തെ പവർ വേരിയേഷൻ എന്ന് പറയുന്നത് ഹൈ സ്പീഡ് ഹീലിംഗ് ആണ്. ലൈക്ക് വോൾവറിൻ ആൻഡ് ഡെഡ്പോൾ. ഒരു ഫൈറ്റിൽ ഓർ കോമ്പാറ്റിൽ ഒരു ഫൈറ്റർക്ക് വേണ്ട ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്നാണ് ഹീലിംഗ്. ലാസ്റ്റ് വീഡിയോയിൽ സോറോയുടെ വീഡിയോയിൽ സ്റ്റാമിനെ കുറിച്ച് ഞാൻ ഇതേപോലെ പറഞ്ഞിരുന്നു. ഇഫ് യു ഹാവ് ദ ഹീലിംഗ് എബിലിറ്റി then don't worry about the stamina. ബട്ട് സാഞ്ചിയുടെ കാര്യത്തിൽ he have the stamina and ഇപ്പോൾ ഹീലിംഗ് പവേഴ്സും ഉണ്ട്. സോ ഈ ഒരു പവർ വേരിയേഷനും സാഞ്ചിയുടെ പവേഴ്സിനെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ചു എന്ന് പറയാം. ഈവൻ ലൂഫിയെക്കാളും സോറോയെക്കാളും ഹീലിംഗ് പവേഴ്സ് ഉള്ളത് സാഞ്ചിക്കാണ്. ആൻഡ് ലൂഫിയുടെ ഗിയർ 5 ഫോം എടുത്താൽ സാഞ്ചിയുടെ ഹീലിംഗ് പവേഴ്സിനേക്കാൾ ഹീലിംഗ് പവർ ലൂഫിക്കായിരിക്കും കൂടുതൽ. ബട്ട് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഗിയർ 4ലുള്ള ലൂഫിയേക്കാൾ ഹീലിംഗ് പവേഴ്സ് സാഞ്ചിക്ക് ഇപ്പോൾ ഉണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സാഞ്ചിയുടെ ഗ്രോത്ത് എത്രമാത്രമാണ് എന്ന്. ഈവൻ ബ്രോക്കൺ ബോൺസ് ഓർ സ്ലാഷസിനെ എല്ലാം ഇതിലൂടെ നമ്മുടെ സാഞ്ചിക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. ആൻഡ് സാഞ്ചിയുടെ പുതിയ അറ്റാക്ക് ഫോംസിൽ ഒന്നാണ് ഇഫരറ്റ് ജാംബെ. ഇത് സാഞ്ചിയുടെ ഡിയാബ്ല ജാമ്പിന്റെ ഒരു അപ്ഗ്രേഡ് വേർഷൻ ആണ് എന്ന് പറയാം. ഒരു പവർഫുൾ ആയ ഫയർ മോഡ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇത് സാഞ്ചിയുടെ അറ്റാക്ക് ഫോമിലോട്ട് ലിങ്ക് ആവുകയും മോർ ഹോട്ടർ ഫ്ലെയിംസ് ക്രിയേറ്റ് ആവുകയും ചെയ്യുന്നു. ആൻഡ് ഈ ഒരു പവർ ഫ്ലെയിമിലൂടെ സാഞ്ചിയുടെ കിക്സ് മോർ സ്ട്രോങ്ങർ ആയി മാറുന്നു. ഓൾസോ സാഞ്ചിയുടെ സ്പീഡിൽ മൂവ് ചെയ്യിക്കാനും ഇത് സഹായിക്കുന്നു. ആൻഡ് സാഞ്ചിയുടെ ഒരു സിഗ്നേച്ചർ മൂവിന്റെ ന്യൂ ക്രിയേഷനും ഇതിന്റെ ഫലം തന്നെയായിട്ടാണ് സംഭവിക്കുന്നത്. ആൻഡ് ആ സിഗ്നേച്ചർ മൂവ് ഏതാണെന്ന് ചോദിച്ചാൽ ബൗ ഓഫ് ബെസ്റ്റ് ആണ്. വാനോ ആർക്കിൽ ക്യൂവിനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ക്യൂവിനെ വരെ അപ്പർ സ്കൈ കാണിച്ചത് ഈ സിഗ്നേച്ചർ മൂവിന്റെ കൂടെ ആയിരുന്നു. ആൻഡ് ഇതിൽ സാഞ്ചിയുടെ സ്റ്റിൽത്ത് ആൻഡ് സ്പീഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ സാഞ്ചിയുടെ മൂവ് ഇൻവിസിബിൾ ആയിരിക്കും, അതും വിത്തൗട്ട് ദ റൈഡ് സൂട്ട്. അതാണ് ഇതിലെ മെയിൻ ഇമ്പോർട്ടന്റ് ആയ മാറ്റർ. ആൻഡ് അടുത്തത് ഹാക്കി പവേഴ്സ് അല്ലെങ്കിൽ സാഞ്ചിയുടെ വേർഷൻ ഓഫ് ഹാക്കി മാസ്റ്റർ നോക്കിയാൽ അതിൽ പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ഹാക്കിയാണ്. ഇത് സാഞ്ചിയുടെ ബോഡി പ്ലസ് മൈൻഡിനെ ഷാർപ്പർ ആക്കി മാറ്റുന്നു. അതേപോലെ എത്ര വലിയ ഡേഞ്ചറസ് ആയ എനിമീസിന്റെ അറ്റാക്ക്, അതേപോലെ അവരുടെ അറ്റാക്ക് ട്രാക്ക് ചെയ്ത് അവരെ കണ്ടെത്താനുള്ള കഴിവ്, ഓൾസോ ഇൻവിസിബിൾ ആയിട്ടുള്ള എനിമീസിന്റെ പ്രസൻസ് പോലും സെൻസ് ചെയ്തെടുക്കാനുള്ള കഴിവ് സാഞ്ചിക്ക് ഇതിലൂടെ ലഭിക്കുന്നു. ആൻഡ് ഇനി അർമോൻ ഹാക്കി പവേഴ്സ് കൂടെ വെച്ച് നോക്കിയാൽ സാഞ്ചി തന്റെ ലെഗ്സിനെ ഈ ഹാക്കി പവേഴ്സ് ഉപയോഗിച്ച് ഒരു റീഇൻഫോഴ്സ്ഡ് അറ്റാക്ക് ഫോമിലോട്ട് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റിംഗ് ഷീൽഡ് എന്ന പോലെ ഡിഫൻസ് മോഡിലോട്ടോ സാഞ്ചിക്ക് ഇത് മാറ്റാൻ സാധിക്കും. ഈ പവേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, സാഞ്ചിയാണ് ജോയ് ബോയുടെ ഷീൽഡ് എന്ന രീതിയിൽ പോർട്രേ ചെയ്തിരിക്കുന്നത്. 2, എത്ര വലിയ അറ്റാക്സിന് സാഞ്ചിക്കെതിരെ വന്നാലും അത് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ സാഞ്ചിക്ക് കറന്റ്ലി സാധിക്കുമെന്നുള്ളത്. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ജീംബെ മാംഗയുടെ അടുത്ത് പറയുന്നുണ്ട്. എക്ഹെഡ് ഐലൻഡിൽ ഇതേപോലെ തന്നെ സിമിലർ ആയിട്ട് ഫ്രാങ്കിയും സാഞ്ചിയുടെ ഈ പവേഴ്സിനെ കുറിച്ച്
പറയുന്നുണ്ട്. അതേപോലെ ഒബ്സർവേഷൻ ഹാക്കി ആൻഡ് ആർമമെന്റ് ഹാക്കി 99.99% സാഞ്ചി അൺലോക്ക് ആക്കിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതിനെക്കുറിച്ച് ഇനി പറഞ്ഞാൽ സ്പോയിലർ ആകും, അതുകൊണ്ട് പറയുന്നില്ല. ബട്ട് ഞാൻ കൂടുതലും എക്സൈറ്റഡ് ആയിരിക്കുന്ന ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഒബ്സർവേഷൻ ഹാക്കിലെ ഫ്യൂച്ചർ സൈറ്റ് തന്നെയാണ്. സാഞ്ചി ഇത് ഫുള്ളി അൺലോക്ക് ചെയ്താൽ പറയുകയോ വേണ്ട, ഹി വിൽ ബി അൺസ്റ്റോപ്പബിൾ. കാരണം ഹോൾ കേക്ക് ഐലൻഡിൽ കാറ്റഗറിയുടെ ഫ്യൂച്ചർ സൈറ്റിനെ പോലും വെല്ലുന്ന സീൻ സാഞ്ചിക്ക് ഉണ്ടായിരുന്നു. ഈവൻ കാറ്റഗറിയുടെ പൊട്ടൻഷ്യലിനെ ബീറ്റ് ചെയ്യാൻ സാഞ്ചിക്ക് തന്റെ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ സാധിച്ചിരുന്നു. അപ്പോൾ ഇത് 100% അൺലോക്ക് ആക്കിയാൽ സാഞ്ചി വിൽ ബി ബിക്കം ദ ബ്ലൂ ഫ്ലെയിം ഡെവിൾ. ആൻഡ് സാഞ്ചിയുടെ അടുത്ത പ്രധാന പവേഴ്സിൽ അപ്ഗ്രേഡ് ആയ ഒരു കാര്യമാണ് സ്കൈ വോക്ക് ഗോഡ് മോഡ്. മറ്റ് സ്ട്രോ ഹാറ്റ്സിൽ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള കഴിവ് തന്നെ, അല്ലെങ്കിൽ ഒരു പവർ തന്നെയാണ് ഇതെന്ന് പറയാം. ടൈം സ്കിപ്പിന് ശേഷം ഫിഷ്മാൻ ലാൻഡിൽ വെച്ചാണ് സാഞ്ചി തന്റെ ഫസ്റ്റ് സ്കൈ വാക്ക് നമുക്ക് കാണിച്ചു തരുന്നത്. അതിനു മുമ്പ് CP9 CP0 മെമ്പേഴ്സ് എല്ലാമായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത്. ബട്ട് കറന്റ് നോക്കിയാൽ, ആഫ്റ്റർ ദ ആന വർക്കിന് ശേഷം നോക്കിയാൽ CP0 മെമ്പേഴ്സിനെക്കാളും മറൈൻസിലുള്ള ഹീറോ കോബിയെക്കാളും മറ്റ് മെയിൻ മറൈൻസിനെക്കാളും ഒക്കെ ഫാർ ബെറ്റർ ആയിട്ട് സാഞ്ചിക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. കാരണം അവരെല്ലാം ചെയ്യുന്നത് സ്കൈ വാക്ക്, നമ്മുടെ അണ്ണൻ ചെയ്യുന്നത് സ്കൈ ഗോഡ് വാക്ക്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, സോറോയ്ക്കും ലൂവിക്കും പോലും ഈ പവർ ഇതുവരായിട്ടും ഇല്ല. സോ എയർ അറ്റാക്സിൽ കറന്റ് പവർഫുൾ ആയ ഒരു ക്യാരക്ടർ സാഞ്ചി തന്നെയാണ്. ആൻഡ് സാഞ്ചിനെ പോലെ തന്നെ വേറെയും 2-3 ക്യാരക്ടേഴ്സ് ഈ കാറ്റഗറിയിലുണ്ട്. സോ സാഞ്ചിനെ ഇതിൽ ബെസ്റ്റ് എന്ന് വിളിക്കാൻ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യണം. ആൻഡ് ഈ പവേഴ്സ് എല്ലാം കമ്പൈൻ ചെയ്ത് സാഞ്ചി വീസസ് അഡ്മിറൽസ് എന്ന് നോക്കിയാൽ കറന്റ് മറൈൻസ് അഡ്മിറൽസ് തന്നെയാണ് സ്ട്രോങ്കസ്റ്റ്. ബട്ട് ആ ഗ്യാപ്പ് ഇപ്പോൾ വളരെ ചെറുതാണ്. എൽബ ഫാർക്കിന് ശേഷം സാഞ്ചി എല്ലാ അഡ്മിറൽസിനെക്കാളും സ്ട്രോങ്കസ്റ്റ് ആയി മാറുമെന്ന് ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാം. അക്കിന്റെ കാര്യത്തിൽ ഒരു ചെറിയ ഡൗട്ട് അപ്പോഴും ഉണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ മറൈൻസിന്റെ പവേഴ്സ് കമ്പാരിസൺ ഓൾറെഡി പറഞ്ഞതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ വലിച്ചു നീട്ടി എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. എനിവേ സാഞ്ചി ഒരു ഡെയിൽ ഫ്രൂട്ട് യൂസർ ആയിരുന്നെങ്കിൽ കറന്റ് ഇപ്പോൾ അഡ്മിറൽസിനെ സാഞ്ചിക്ക് ബീറ്റ് ചെയ്ത് ജയിക്കാൻ സാധിച്ചേനെ. ആക്ച്വലി സാഞ്ചി ഒരു ഡെയിൽ ഫ്രൂട്ട് യൂസർ ആകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ആൻഡ് ഇനി ഏതെങ്കിലും ഡെയിൽ ഫ്രൂട്ട് സാഞ്ചി ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഏതാണ് ഡെയിൽ ഫ്രൂട്ട് എന്ന് കമന്റ് ചെയ്യുക. ആൻഡ് ഇനി സാഞ്ചി വീസ് സോറോ എന്ന് നോക്കിയാൽ കറന്റ് അവിടെ സോറോയ്ക്കാണ് ഒരു ചെറിയ മുൻതൂക്കം. ബട്ട് സാഞ്ചി ആ ഗ്യാപ്പ് ഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് വൺ പീസ് ടീമിന്റെ അടുത്ത് നിന്ന് തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലിയർ ആൻഡ് കട്ട് റിപ്പോർട്ട് ഉണ്ട്, ഒരു ആൻസർ ഉണ്ട്. അതായത് ഫ്യൂച്ചർ പൈററ്റ് കിങ്ങിന്റെ 2 വിങ്സ് ആയിട്ടാണ് സാഞ്ചിനെയും സോറോനെയും പോർട്രേറ്റ് ചെയ്യുന്നത്. സോ 2 വിങ്സിനും ഒരേ രീതിയിലുള്ള പവേഴ്സ് ആയിരിക്കും. എന്നാൽ മാത്രമേ ഫ്യൂച്ചർ പൈററ്റ് കിങ്ങിന് പൈററ്റ് കിങ് എന്നുള്ള പോസ്റ്റിൽ എത്താൻ സാധിക്കത്തുള്ളൂ. സോ എൻഡ് ഓഫ് ദ സീരീസ് 2 പേരെയും ഈക്വൽ പവേഴ്സോട് കൂടി തന്നെ കാണാൻ സാധിക്കും. അതേപോലെ സാഞ്ചി ഒരു യോങ്കോ ലെവലിൽ എത്തുമെന്ന് ടീമിന്റെ സൈഡിൽ നിന്നും ഒരു 50-50 ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇതാരും തന്നെ തള്ളിക്കളഞ്ഞിട്ടുമില്ല. ആക്ച്വലി അതിനുള്ള പോസിബിലിറ്റീസ് നമ്മുടെ കൺമുന്നിൽ തന്നെ കറന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വൺ പീസിലെ കറന്റ് സ്ട്രോങ്കസ്റ്റ് ആയ ഒരു കമാൻഡറാണ് സാഞ്ചിയും സോറോയെ പോലെ തന്നെ. ബാക്കിയുള്ള കമാൻഡേഴ്സിനെ വെച്ച് നോക്കിയാൽ സോറോ ആൻഡ് സാഞ്ചി ഹാവ് മോർ പവേഴ്സ് എന്ന് പറയാം. സ്ട്രോ ഹാറ്റ്സിന്റെ ബിഗിനിങ് സ്റ്റേജിൽ എല്ലാവരും ബിഗിനർ ആയിരുന്നെങ്കിൽ സാഞ്ചി ഒരു ഹാക്കർ ആയിരുന്നു. സോ അതിനിയും അങ്ങനെ തന്നെ തുടരും. ആൻഡ് ഇപ്പോൾ നടക്കുന്ന എക്കേഡ് ഐലൻഡിന്റെ ഹാഫ് സ്റ്റേജ് ആകുമ്പോൾ പ്രൈം ടൈമിൽ നമ്മൾ കണ്ട MVP സാഞ്ചി വീണ്ടും റിട്ടേൺ അടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കം ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് മറ്റൊന്നുമല്ല, വൺ പീസ് പ്രൊഡക്ഷൻ ഹൗസ് ഓർ കമ്പനിയായ ടോയ് ആനിമേറ്റേഷനെ കുറിച്ചാണ്. ഇവർ എക്കേഡ് ഐലൻഡ് ആർക്ക് മുതൽ ആക്ച്വലി പറയുകയാണെങ്കിൽ വാനോ ആർക്കിന്റെ ഹാഫ് തൊട്ട് സാഞ്ചിയുടെ ക്യാരക്ടറിനെ ഇല്ലായ്മ ചെയ്യുകയാണ്. എക്കേഡ് ഐലൻഡിൽ സാഞ്ചിയുടെ ക്യാരക്ടറിനെ ഒരു ബഫൂണിനെ പോലെയാണ് അവർ കാണിക്കുന്നത്. ഓടെ മാങ്കയിൽ സാഞ്ചിനെ പോർട്രേറ്റ് ചെയ്ത പോലെ അല്ല ആനിമേറ്റർ സാഞ്ചിനെ പോർട്രേറ്റ് ചെയ്യുന്നത്. സാഞ്ചിയുടെ പവേഴ്സ് കുറയ്ക്കുന്നതും ചില സ്ഥലങ്ങളിൽ സാഞ്ചിയുടെ ക്യാരക്ടറിനെ ഇല്ലാണ്ടാക്കാൻ നോക്കുന്നതും ചില സ്ഥലങ്ങളിൽ നിന്ന് തന്നെ നമ്മുടെ സാഞ്ചിനെ അവർ എറേസ് ചെയ്തിട്ടുണ്ട്. ഒരാളെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി മറ്റൊരാളെ താത്തി കിട്ടുന്നത് രാഷ്ട്രീയത്തിലും സിനിമാ സ്റ്റാർസിനിടയിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ബട്ട് വേദന എന്തെന്നാൽ നമുക്കതിപ്പോൾ ആനിമയിലും കാണാൻ സാധിക്കും. ഒരു പെർട്ടിക്കുലർ പേഴ്സന്റെ ഫാൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടാണ് സാഞ്ചിനെ അവർ ഇങ്ങനെ കാണിക്കുന്നത്. ആൻഡ് വൺ പീസ് ഫാൻസ് തന്നെ ഇതിനെതിരെ എവിഡൻസ് സഹിതം ഓൺലൈൻ സബ്മിറ്റ് ചെയ്തിട്ടും ടോയ് ആനിമേറ്റേഴ്സിന്റെ സൈഡിൽ നിന്നും യാതൊരുവിധ റെസ്പോൺസും ഉണ്ടായിട്ടില്ല. ഇതിനൊക്കെ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഇനിവേ ആ കാര്യം തന്നെ വിട്ടേക്കാം. ബട്ട് ഫ്യൂച്ചറിൽ ഇതുപോലെ ഇനി കാണാൻ സാധിച്ചാൽ ഇതിനെതിരെ വോയിസ് ഉണ്ടാവുക തന്നെ ചെയ്യണം. ഇപ്പോൾ തന്നെ ഓൺലൈൻ പ്രൊട്ടസ്റ്റ് ഒക്കെ ചെറിയ രീതിയിൽ കമ്പനിക്കെതിരെ നടത്തുന്നുണ്ട്. ബട്ട് അത് വൺ പീസ് ഫാൻഡത്തിനെ അഫക്ട് ചെയ്യാതെ നോക്കണം. എന്തൊക്കെ തന്നെ പറഞ്ഞാലും വി ആർ ആനിമേ ഫാൻസ്. സോ അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ലവ് യു ഓൾ, ബൈ.